വീണ്ടും ഒരു ദിവസം കൂടി ദൈവം നമുക്ക് തന്നതിനായിട്ട് ദൈവത്തിനോട് നന്ദി പറയാം. നമ്മൾ ഓരോരുത്തരെയും ഈശോ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മളെ ഓരോരുത്തരെയും വിളിച്ചതിനായിട്ട്, ദൈവസന്നിധിയിലേക്ക് വിളിച്ചതിനായിട്ട് നമുക്ക് ദൈവത്തിനോട് സ്തോത്രങ്ങൾ അർപ്പിക്കാം. ഇന്ന് നമുക്ക് തിരുവചനത്തിലെ ഏശയ്യായുടെ പുസ്തകത്തിലെ 52-ാം അധ്യായത്തിലെ 12-ാം തിരുവചനം വായിക്കാം. നിങ്ങൾ തിടക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട, കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും. ഇസ്രായേലിന്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ റെയിൽവേ ക്രോസിങ്ങുകളൊക്കെ ഉള്ള റോഡിലൂടെ പതിവായി യാത്ര ചെയ്യുന്ന നമ്മളായിരിക്കും പലരും. പ്രതീക്ഷിച്ച സമയത്ത് ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിഞ്ഞെന്ന് വരികയില്ല. സമയത്തും അസമയത്തും കടന്നു പോകുന്ന ട്രെയിനുകൾക്ക് വേണ്ടിയിട്ട് ഗേറ്റുകൾ അടച്ചിടുമ്പോൾ അടച്ചിട്ടിരിക്കുന്ന ഗേറ്റുകൾക്ക് രണ്ട് വശത്തും ആളുകളുണ്ടാവും വണ്ടിയുമായിട്ടിരിക്കും. അതിലിരിക്കുന്നവരെന്നുണ്ടാവും പെറുപെറുക്കും. 10 മണിക്ക് ഓഫീസിലെത്താണ്, ഇനി എപ്പോൾ എത്തും ദൈവമേ. 12 മണിക്ക് ഡോക്ടറെ കാണാനുള്ള അപ്പോയിൻമെൻ്റ് ആണ്, ദൈവമേ ലേറ്റ് ആവുമല്ലോ. 2 മണിക്ക് അത്യാവശ്യമായിട്ട് ബാങ്കിൽ എത്തേണ്ടതാണ്, ബാങ്ക് ഇപ്പം അടയ്ക്കും, ദൈവമേ എന്ത് ചെയ്യും ഇനി. കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന സമയം ഇതാ നഷ്ടമാകുന്നു, ട്രെയിൻ ഇനിയും എത്തിയിട്ടില്ല. ഈ ഗേറ്റ് ഇല്ലായിരുന്നുവെങ്കിൽ ട്രെയിൻ എത്തുന്നതിന് മുമ്പേ അപ്പുറത്ത് എത്താമായിരുന്നു. പ്രിയമുള്ളവരെ, നല്ല സ്പീഡിൽ വാഹനം ഓടിക്കുന്ന പല ഡ്രൈവർമാർക്കും റോഡുകൾ അവിടെ ഇവിടെയുള്ള ഈ ഹമ്പുകൾ അല്ലെങ്കിൽ വരമ്പുകളൊക്കെ കാണുമ്പോൾ അസ്വസ്ഥതയാണ്. കാരണം സ്പീഡ് കുറയ്ക്കണം, ഗിയർ മാറ്റണം, ബ്രേക്കിൽ ചവിട്ടണം, എന്തുമാത്രം തടസ്സങ്ങളാണ്. ആത്മീയ യാത്രകളിലും ഇതുപോലുള്ള ഗേറ്റുകളും വരുമ്പുകളും ദൈവം സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ ആവശ്യം? ഗേറ്റുകളില്ലാതെ പല ലെവൽ ക്രോസിങ്ങുകളിലും ട്രെയിൻ വരുന്നതിന് മുമ്പേ അപ്പുറം കടക്കാമെന്ന് കരുതി വണ്ടി ഓടിച്ച അനേകരുടെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ പലർക്കും അവരുടെ ജീവനും ആയുസ്സും നഷ്ടമായിട്ടുണ്ട്. എണീക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ജീവിതകാലം മുഴുവൻ തള്ളി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ വളവുകളിലും റോഡുകൾ കൂട്ടിച്ചേർന്ന കവലകളിലും സ്കൂളുകൾക്ക് മുന്നിലൊക്കെ അമിത വേഗതയിൽ വണ്ടി ഓടിച്ചത് മൂലം വാഹനങ്ങൾ കൂട്ടിമുട്ടുകയും കുട്ടികളെ വാഹനങ്ങൾ തട്ടുകയും അങ്ങനെ പലരും മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വാഹനങ്ങളുടെ വേഗത കുറയ്ക്കാനായിട്ട് വരമ്പുകൾ അല്ലെങ്കിൽ ഹമ്പുകൾ മറ്റുള്ള സംവിധാനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നമ്മുടെ അമിത ആവേശത്തിന് തടയിടാനും സംഘട്ടനങ്ങൾ ഒഴിവാക്കാനും ദൈവത്തിൻ്റെ സമയക്രമീകരണത്തോട് ഒത്തുപോകാനുമായി നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം ഒരുക്കുന്ന വരമ്പുകളെയും ഗേറ്റുകളെയും നാം ആദരിക്കണം. ദൈവം സ്പീഡ് കുറയ്ക്കുവാൻ സിഗ്നൽ തരുമ്പോൾ വികാരാവേശം മൂത്തുകൊണ്ട് വിവേകത്തിന് വഴിമാറിയില്ലെങ്കിൽ അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് നടന്നിരിക്കും. തീർച്ചയാണ്, ചിലപ്പോൾ നിങ്ങളുടെ പ്രവർത്തന മേഖലയിലെ തടസ്സങ്ങളുടെ അർത്ഥം അതായിരിക്കാം. അല്പകാലത്തേക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങളും ശുശ്രൂഷകളും നിർത്തിവെക്കേണ്ടി വന്നാലും അസ്വസ്ഥരാകേണ്ട കാര്യമില്ല. ഉണ്ടാകാനിടയുള്ള വിപത്തുകളുടെ സാഹചര്യം നീങ്ങുമ്പോൾ ദൈവം വീണ്ടും ഗേറ്റ് തുറന്നു തരും. താമസിച്ചാലും എത്തേണ്ടടുത്ത് നിങ്ങൾക്ക് എത്താൻ സമയം കറക്റ്റ് സമയത്ത് ദൈവം അവിടെ എത്തിക്കും. കാരണം എന്താ? നിങ്ങൾ തിടക്കം കൂട്ടേണ്ട. വചനതാണ് പറയുന്നത്, നിങ്ങൾ തിടക്കം കൂട്ടേണ്ട, വേഗത്തിൽ ഓടുകയും വേണ്ട, കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും. ഇസ്രായേലിന്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. എന്നാൽ ചിലർ വഴികൾ അടച്ചിട്ട ഗേറ്റുകൾ കാണുമ്പോൾ മനസ്സും അടുത്ത് പിന്മാറി പോകും, ലക്ഷ്യങ്ങൾ വേണ്ടെന്ന് വെക്കും. 5 മിനിറ്റ് കഴിഞ്ഞ് ഗേറ്റ് തുറന്നാലും അവരത് ശ്രദ്ധിക്കുകയുമില്ല, വീണ്ടും യാത്ര തുടരാൻ ശ്രമിക്കുകയുമില്ല. വിനാശത്തിന്റെ കാറ്റ് കടന്നു പോകുമ്പോഴും ഞാൻ യഹോവയുടെ ചിറയിൽ കീഴിൽ അഭയം തേടും എന്ന സങ്കീർത്തന വചനം നമുക്ക് ഓർക്കണം.
വിനാശത്തിന്റെ കാറ്റ് കടന്നു പോകുമ്പോഴോളം ഞാൻ യഹോവയുടെ ചിറയിൽ അഭയം തേടും. വിനാശത്തിന്റെ കാറ്റ് കടന്നുപോയാൽ നാം വീണ്ടും പുറത്തിറങ്ങി ജീവിതം തുടരണം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സുപ്രധാന കാര്യമുണ്ട്. ദൈവം നിർമ്മിക്കാത്ത ഗേറ്റുകളും വരമ്പുകളും നമ്മുടെ ജീവിത യാത്രയിൽ ചിലപ്പോൾ കണ്ടെത്തിയെന്ന് വരാം. അത് നാം തിരിച്ചറിയണം. അതിന് ദൈവിക ജ്ഞാനം തരാൻ എന്നും പ്രാർത്ഥിക്കുകയും ചെയ്യണം. സാത്താൻ ഉയർത്തുന്ന അത്തരം വരമ്പുകളുടെയും ഗേറ്റുകളുടെയും മുന്നിൽ നാം ബ്രേക്ക് ചവിട്ടരുത്. വിശ്വാസത്തിന്റെ ചെറുകളിൽ അതിന് മുകളിലൂടെ യാത്ര നമുക്ക് ചെയ്യും വേണം. സങ്കീർത്തനത്തില് 37-ാം സങ്കീർത്തനത്തിലെ 23-ഉം 24-ും തിരുവചനങ്ങളിൽ പറയുന്നുണ്ട്, മനുഷ്യന്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ്. തനിക്ക് പ്രതീകരമായി ചരിക്കുന്നവരെ അവിടുന്ന് സുസ്ഥിരമാക്കും. അവൻ വീണേക്കാം, എന്നാൽ അത് മാരകമായിരിക്കില്ല. കർത്താവ് അവന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവ് കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ നീ വീണാലും അത് മാരകമായിരിക്കില്ല. മാത്രമല്ല, നിനക്കൊന്നും സംഭവിക്കാനും പോകുന്നില്ല. അപ്പോൾ ജീവിതയാത്രയിൽ തടസ്സങ്ങൾ കാണുമ്പോൾ, ആ തടസ്സങ്ങളും ഗേറ്റുകളും എല്ലാം കാണുമ്പോൾ അത് നമുക്ക് നാശത്തിനുള്ളതല്ല, അത് നമ്മുടെ ക്ഷേമത്തിനുള്ളതാണ്. ദൈവം തരുന്ന തടസ്സങ്ങളെല്ലാം അത് നമ്മുടെ ക്ഷേമത്തിന് വേണ്ടതും ലക്ഷ്യസ്ഥാനത്തിൽ ദൈവത്തിനെത്തിക്കാൻ പ്രാപ്തമായിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം ഈ തടസ്സങ്ങൾ എങ്ങനെയാണ്, ഏത് മേഖലയിൽ നിന്നാണെന്നുള്ള തിരിച്ചറിയാൻ അതിനുവേണ്ടി പ്രാർത്ഥനയിൽ നമ്മൾ ദൈവത്തോടു കൂടെ ആയിരിക്കും വേണം. ഇങ്ങനെ ദൈവിക സംവിധാനത്തില്, ദൈവിക മേഖലയില് ദൈവത്തിന്റെ കരങ്ങളിലായിരിക്കുമ്പോൾ നമ്മുടെ ഇസ്രായേലിലെ ദൈവം നമ്മുടെ കൂടെയുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എന്തെല്ലാം സാഹചര്യങ്ങൾ കടന്നു വന്നാലും നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിത്തരികയും ചെയ്യും. നാം അവനോടൊപ്പം ആയിരിക്കുകയും ചെയ്യും. നമുക്ക് ഈ കൊച്ചു സന്ദേശത്തിലൂടെ നമുക്ക് പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കാം. നമുക്ക് കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, സാത്താൻ ഉയർത്തുന്ന തടസ്സങ്ങളെ തിരിച്ചറിഞ്ഞ് അതിന് വിശ്വാസത്തിന്റെ ഗതിയാൽ അതിജീവിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് പകരണമേ. ഞങ്ങൾ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള കൃപകള് ഞങ്ങൾക്ക് നൽകണമേ. അവിടുത്തെ തിരുഹിതം നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.